ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് വിനതി ഓർഗാനിക്സ്. വിനതി ഓർഗാനിക്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി 1870 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. വിനതി ഓർഗാനിക്സിൻ്റെ 52 വീക്ക് ഹൈ 1985. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് നീങ്ങുകയാണ്. 52 വീക്കിലോ 1462. കെമിക്കൽ സെക്ടറിൽ നിന്നും മികച്ച റിക്കവറി കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ് വിനതി ഓർഗാനിക്സ്. വിനതി ഓർഗാനിക്സിൻ്റെ ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ വാല്യൂഷൻ ഹിസ്റ്റോറിക് ലോയിൽ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് റിക്കവറിയുടെ ഒരു ഇയർലി സൈനായിട്ടാണ് മാർക്കറ്റ് കണക്കാക്കുന്നത്. സ്റ്റോക്കിൽ റിക്കവറി വന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം മാനേജ്മെൻറ്റിൻ്റെ പോസിറ്റീവ് കമൻട്രിയാണ്. കമ്പനി നിർമ്മിക്കുന്ന ഒരു പ്രധാന പ്രോഡക്റ്റായ ATBS എന്ന പ്രോഡക്റ്റിൽ ഡിമാൻഡ് റിക്കവറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ഫിനാൻഷ്യൽ ഇയറിൽ 30 മുതൽ 35% ഗ്രോത്ത് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. വിനതി ഓർഗാനിക്സിൻ്റെ 60% റവന്യൂവും കെമിക്കൽ ഫാർമ പ്രൊഡക്റ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന കെമിക്കലായ ATBS വഴിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഐസോബ്യൂട്ടിലിൻ തുടങ്ങിയ 2 പ്രൊഡക്റ്റുകളും കമ്പനിക്ക് വേണ്ടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. IBB എന്ന പ്രോഡക്റ്റ് വഴി 21% റവന്യൂവും IB എന്ന പ്രോഡക്റ്റ് 8% റവന്യൂവുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 2023 ATBS സെഗ്മെൻറ്റ് ഡീസ്റ്റോക്കിംഗ് നേരിട്ടെങ്കിലും കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൽ ഇടിവ് വന്നിട്ടില്ല. ATBSൻ്റെ 65% മാർക്കറ്റ് ഷെയറും ATBSൻ്റെ 65% മാർക്കറ്റ് ഷെയറും IB എന്നിവയുടെ 70% മാർക്കറ്റ് ഷെയറുമുള്ള കെമിക്കൽ സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് വിനതി ഓർഗാനിക്സ്. ഇതോടൊപ്പം തന്നെ ATBS പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി 500 കോടി രൂപയുടെ CAPEX പ്ലാനും കമ്പനി നടത്താൻ പോവുകയാണ്. വിനതി ഓർഗാനിക്സിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ വീരാൽ ഓർഗാനിക്സ് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ആവശ്യമായ ATBS നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി 500 കോടി രൂപയുടെ CAPEX പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ വിനതി ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 68% റവന്യൂവും കമ്പനി എക്സ്പോർട്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസിൽ നിന്ന് 32% റവന്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ROE 13.8, ROCE 18.6. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ സെയിൽസ് 448 കോടിയിൽ നിന്നും 550 കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 26% നിന്നും 27% മെച്ചപ്പെടുകയും നെറ്റ് പ്രോഫിറ്റ് 77 കോടിയിൽ നിന്നും 104 കോടിയായി ഉയരുകയും ചെയ്തു. കമ്പനിയുടെ 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 26%, പ്രോഫിറ്റ് ഗ്രോത്ത് 6%, ROE 19%. 2500 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 74.06 നിന്നും 74.29 പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നിരിക്കുന്നത്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.7 നിന്നും 4.9 DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.5 നിന്നും 7.3 ഇടിഞ്ഞിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 13.6 നിന്നും 13.4 ഇടിഞ്ഞു. വിനതി ഓർഗാനിക്സ് ഒരു സമയത്ത് 2400 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അവിടെ നിന്നും സ്റ്റോക്ക് 1780 എന്ന സ്ട്രോങ് സപ്പോർട്ടിലേക്ക് എത്തുകയും 1780 എന്ന സപ്പോർട്ട് റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് 1500 വരെ ഇടിയുകയും ചെയ്തു. പിന്നീട് വീണ്ടും സ്റ്റോക്ക് 1750 എന്ന സപ്പോർട്ട് മറികടന്ന് ഇപ്പോൾ 1868 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2000 പ്രധാന റെസിസ്റ്റൻസും 1750 ഇമ്മീഡിയറ്റ് സപ്പോർട്ടുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജൂൺ 30 നടക്കുന്ന സ്റ്റോക്കുകളുടെ റീകാറ്റഗറൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ജൂൺ 30 അതായത് 2024 ഫിനാൻഷ്യൽ ഇയറിലെ 2024 കറണ്ട് ഇയറിലെ ഹാഫ് സൈക്കിളിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും കാറ്റഗറൈസേഷൻ മാറ്റും. ഇവിടെ 5 സ്റ്റോക്കുകൾ മിഡ് ക്യാപ് സെക്ടറിൽ നിന്നും ലാർജ് ക്യാപ് സെക്ടറിലേക്ക് മാറും എന്നാണ് IIFL സെക്യൂരിറ്റീസിൻ്റെ നോട്ടിൽ പറയുന്നത്. ഹീറോ മോട്ടോർ കോർപ്പ്, സൈഡസ് ലൈഫ് സയൻസ്, JSW എനർജി, NHPC, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ബോഷ്, സംവർധന മദർസൺ ഇൻ്റർനാഷണൽ തുടങ്ങിയ മിഡ് ക്യാപ് കമ്പനികളാണ് ലാർജ് ക്യാപ് കമ്പനികളായി മാറാൻ പോകുന്നത്. അതേസമയം ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ്, പോളിക്യാബ് ഇന്ത്യ, SRF, മാരിക്കോ, SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ്, ബർജർ പെയിൻറ്റ് തുടങ്ങിയ ലാർജ് ക്യാപ് കമ്പനികൾ മിഡ് ക്യാപ് സെക്ടറിലേക്ക് ഡീമോട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. സ്മാൾ ക്യാപ് സെക്ടറിൽ നിന്നും ചില കമ്പനികൾ മിഡ് ക്യാപ് സെക്ടറിലേക്കും വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 15 സ്മാൾ ക്യാപ് സ്റ്റോക്കുകളാണ് മിഡ് ക്യാപ് സെക്ടറിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്നത്.
മിഡ് ക്യാപ് സെക്ടറിൽ നിന്നും ലാർജ് ക്യാപ് സെക്ടറിലേക്ക് മാറിയ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മികച്ച റിട്ടേൺ നൽകിയവയാണ്. ഇതിൽ ബെൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 247% റിട്ടേൺ നൽകി. ഹീറോ മോട്ടോർ കോർപ്പ്, സംവർധന, ബോഷ് തുടങ്ങിയ സ്റ്റോക്കുകളും ഡബിൾ ഡിജിറ്റ് റിട്ടേൺ ആണ് നൽകിയത്. ഇനി ലാർജ് ക്യാപ് സെക്ടറിൽ നിന്നും മിഡ് ക്യാപ് സെക്ടറിലേക്ക് മാറുന്ന സ്റ്റോക്കുകൾ ഈ വർഷം അണ്ടർ പെർഫോം ചെയ്തതാണ്. ICICI ലൊംബാർഡ്, പോളിക്യാബ് തുടങ്ങിയ സ്റ്റോക്കുകൾ 25% താഴെ റിട്ടേൺ ആണ് നൽകിയത്. SBI കാർഡ്, ബെർജർ പെയിൻറ്റ് തുടങ്ങിയവയാണ് വസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കുകൾ. ഈ രണ്ട് സ്റ്റോക്കുകളും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. ഇനി സ്മാൾ ക്യാപ് സെക്ടറിൽ നിന്നും 15 സ്റ്റോക്കുകൾ മിഡ് ക്യാപ് സെക്ടറിലേക്ക് മാറുന്നുണ്ട്. ഹഡ്കോ, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ്, ഭാരത് ഡൈനാമിക്സ്, ഗ്ലോബൽ ഹെൽത്ത്, BSE, NLC ഇന്ത്യ, ഹിറ്റാച്ചി എനർജി ഇന്ത്യ, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, നാൽക്കോ, ഹിന്ദുസ്ഥാൻ കോപ്പർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ITI, മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ 15 സ്റ്റോക്കുകളാണ് മിഡ് ക്യാപ് സെക്ടറിലേക്ക് മാറുന്നത്. ഇനി ചില മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മാൾ ക്യാപ് സെക്ടറിലേക്ക് മാറുന്നുണ്ട്. 17 സ്റ്റോക്കുകളാണ് സ്മാൾ ക്യാപ് സെക്ടറിലേക്ക് മാറുന്നത്. നാരായണ ഹൃദയാലയ, സൺ TV നെറ്റ്വർക്ക്, ബയർ കോർപ്പ് സയൻസ്, വേദാന്ത് ഫാഷൻസ്, ഗ്രൈൻവെൽ നോർട്ടൺ, ടിംഗൻ ഇന്ത്യ, സുന്ദരം ഫാസ്റ്റനേഴ്സ്, ഹഡ്സൺ ആഗ്രോ പ്രൊഡക്റ്റ്, കൻസായ നെറോലാക് പെയിൻറ്റ്, SKF ഇന്ത്യ, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ, റിലാക്സോ ഫുഡ്വെയർ, രാംകോ സിമെൻറ്റ്, ദേവയാനി ഇൻ്റർനാഷണൽ, പിരാമൽ എൻ്റർപ്രൈസസ്, IIFL ഫിനാൻസ്, എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് തുടങ്ങിയ മിഡ് ക്യാപ് സ്റ്റോക്കുകളാണ് സ്മാൾ ക്യാപ് സെക്ടറിലേക്ക് മാറുന്നത്. ഈ ലിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളെയൊക്കെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കാരണം മ്യൂച്വൽ ഫണ്ടുകളുടെയും അതുപോലെ തന്നെ പാസീവ് ഫണ്ടുകളുടെയും ഫണ്ട് ഇൻഫ്ലോ സ്റ്റോക്കുകളുടെ കാറ്റഗറൈസേഷൻ അനുസരിച്ചായിരിക്കും വരിക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.